ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ആര്യനും അനുമോളും ഒരേ വഴക്ക്. അനുമോളുടെ തിങ്സ് ഒന്നും കാണാനില്ല. ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യൻ പറയണോ എനിക്ക് ഒന്നുമേ അറിയില്ല എന്നാണ് പറയുന്നത്. അവളുടെ ബാക്കപ്പ് സെറ്റും സാധനങ്ങളൊന്നും കാണാനും ഇല്ല. ചോദിച്ചുണ്ടെന്നുണ്ട് എന്ന് പറയണ്ടേ. ചുമ്മാ അവളെ ഇട്ടിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടേയുണ്ട്. നെവിൻ വന്നപ്പോൾ നെവിനോട് പറയണു ആര്യൻ അവളുടെ ബാക്കപ്പ് സെറ്റൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വീശിയിട്ടുണ്ട് എന്ന്. ഇതാവശ്യമാണ്. അവളെപ്പോഴും ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോഴും ചിലപ്പോൾ എന്താ ഇങ്ങനെയെന്നൊരു ഇറിറ്റേഷനും ആവുന്നുണ്ട്. റൂമിലേക്ക് സ്പൈക്കുട്ടനെ കൊണ്ടുവന്നു. നെവിൻ കൺഫെക്ഷൻ റൂം വഴി അകത്തേക്ക് വന്നു. വളരെ മോശമായി പോയി ഈ ചെയ്തത്. അതിന് നെവിന് പുറത്തേക്ക് വിടാണ്ടിരുന്നോടെ. പുറത്തേക്ക് വിട്ടിട്ട് പിന്നെ എന്തിനാ വീണ്ടും കൊണ്ടുവന്നത്? ഈ ബിഗ് ബോസ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തില്ല. ഇത് ചുമ്മാ ഒരു കളിക്കുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ആയത്. നെവിനെ വീണ്ടും കൊണ്ടുവന്നപ്പോൾ അക്ബർ അനുമോളെ വല്ലാത്ത പാട്ട് പാടിയിട്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരും പാട്ട് പാടുക ഒക്കെ കൂടി ഗ്രൂപ്പിസം ചെയ്യുന്നു. ഇതൊക്കെ ആവശ്യം? ഇതൊന്നും ബിഗ് ബോസ് വാണിങ്ങേ ചെയ്യുന്നില്ല. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ സെലക്ഷനായ 3 പേര് ബിനി, റെന, നെവിനാണ്. ജയിൽ നോമിനേഷനിൽ അനുമോളും അനീഷുമാണ് സെലക്ട് ആയത്. അവർ രണ്ടുപേരും അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവർ വന്നിട്ട് ഭയങ്കരമായി കളിയാക്കുന്നു. അവർക്ക് എന്താ ചെയ്യാന്ന് അറിയുന്നില്ല. അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ പേപ്പറിൽ ലേലുവലു പറഞ്ഞിട്ടൊന്ന് ഒരു ഇത് ചെയ്തിട്ട് അവിടെ ഒട്ടിക്കാൻ. ഇവരതൊക്കെ രാത്രി ഇരുന്ന് പുലർച്ചെ വരും ഇരുന്ന് അത് ചെയ്ത് ഒട്ടിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. അനുമോൾക്ക് ബാത്റൂം പോകണമെന്നും പറഞ്ഞ് ക്യാപ്റ്റനെ വിളിച്ചു. അപ്പൊ ക്യാപ്റ്റൻ വന്നിട്ട് തുറന്നു കൊടുത്തു. ഒരു ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നു. ബാത്റൂമിൽ പോയിട്ട് വന്നതുമേ എന്താണ് അനുമോളുടെ ഒരു ബൊമ്മ എടുത്തിട്ട് പുറത്തേക്ക് വീശുന്നു. ഇത് ആവശ്യമാണ് അപ്പാനിക്ക് ഈ രാത്രി ഇങ്ങനെയൊക്കെ ഒരു കോപ്രായം ചെയ്യണ. അപ്പൊ വന്നിട്ട് അവള് പോയി എടുക്കുകയും വേണം അത്ര. അവൾ തന്നെ പോയിട്ട് അത് എടുത്തിട്ട് വരുന്നു ഈ രാത്രി മിഡ്നൈറ്റില്. നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതായി തോന്നി. ഒരു ക്യാപ്റ്റനായിട്ട് അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണ്ടേ? അതൊന്നും ഇല്ല അവിടെ. പിന്നെ ഉജാലയുടെ അത്തപ്പൂക്കൾ ഇടുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഒരു ബ്ലൂ ആയിട്ട് യൂണിഫോം ഇട്ടിട്ടും അതേമാതിരി പിങ്ക് കളറിലുള്ള ഒരു യൂണിഫോം ഇട്ടിട്ടും ബ്ലൂ ആണ് കേട്ടോ ജയിച്ചത്. രണ്ടുപേരും അത്തപ്പൂക്കൾ ഇട്ടു. നന്നായിരുന്നു കാണാനൊക്കെ. ആ ടാസ്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാണാൻ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരോ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഇതാണ് ഇന്നത്തെ ടാസ്ക്. നമുക്ക് വീണ്ടും നാളെ കാണാം. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.